മാഷെ, ഗാന്ധി കുടുംബത്തിനെതിരെ ഡൽഹി പോലീസിന്റെ ഇക്കണോമിക് ഒഫൻസസ് വിങ് ഒരു പുതിയ FIR ഇട്ടിരിക്കുന്നു. നാഷണൽ ഹെറാൾഡ് കേസിലാണ്. ഈ കേസിൽ ഏതാണ്ട് 2000 കോടി രൂപയുടെ ഗൂഢാലോചന നടന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സമയത്തും നമുക്ക് ഈ പുതിയ FIR എന്ന് പറഞ്ഞുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ ഭരിക്കുന്നത് BJP ആണ്. സാധാരണ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ കിട്ടുമ്പോൾ പ്രതിപക്ഷമൊക്കെ പറയുന്നത്, അതായത് കോൺഗ്രസ് ആയിട്ട് പ്രതിപക്ഷ പാർട്ടികളെല്ലാം പറയുന്നത്, ഞങ്ങളെ വേട്ടയാടുന്നു, ED വേട്ടയാടുന്നു, അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയാടുന്നു എന്നാണ്. ഈ കാര്യത്തിൽ ആർക്കും ഇത്തരത്തിലൊരു വേട്ടയാടൽ പ്രയോഗമൊന്നും പറയാനുമില്ല. എന്നാൽ ഈ കേസാണെങ്കിൽ മുന്നോട്ട് പോകുന്നത് വളരെ ഒച്ചിഴയുന്നതിനേക്കാളും സാവധാനത്തിൽ എന്ന് തോന്നുന്ന സ്ഥിതിവിശേഷമുണ്ട്. എന്താണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്? അതിൽ ഈ ഒച്ചയിഴയുന്ന വേഗത്തിൽ ആണെങ്കിൽ പോലും അതിൽ കാര്യമായ നടപടികളൊന്നും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. 2 കാരണം കൊണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെതിരായി കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതരായ നേതൃത്വത്തിനെ പ്രതിയാക്കിക്കൊണ്ടുള്ള ഒരു കേസിൽ എന്തുകൊണ്ട് BJP ഭരണകക്ഷിയായിരിക്കുമ്പോൾ നടപടി വരുന്നില്ല എന്ന് ചോദിച്ചാൽ, അതിപ്പോൾ പ്രതികാര ബുദ്ധിയോടെ പെരുമാറാതിരിക്കാനുള്ള BJPയുടെ ഒരു മഹാമനസ്കത കൊണ്ട് മാത്രമല്ല. അതിനകത്ത് ആ കേസിൻ്റെ മെറിറ്റിനും ഉണ്ട പ്രശ്നങ്ങളുണ്ട്. മെറിറ്റിൽ മീൻസ് കേസ് നോർമലി ടെക്നിക്കലി കേസിൻ്റെ മെറിറ്റിൽ കേസായിട്ട് നിലനിൽക്കും. പക്ഷെ മോറലി ആ കേസിൻ്റെ പിന്നാലെ കൂടണ്ട എന്ന് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല. എന്താ കേസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ നാഷണൽ ഹെറാൾഡ് കേസ് എന്നാണ് അതിന് പറയുക. നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മുഖപത്രമായിരുന്നു. ഇപ്പോഴല്ല, ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് തന്നെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രമായിരുന്നു. അത് ഇംഗ്ലീഷിൽ മാത്രമല്ല, ഹിന്ദിയിലും ഉറുദുവിലും ഒക്കെ അവർ പത്രങ്ങൾ നടത്തിയിരുന്നു. ഈ പത്രങ്ങളൊക്കെ നടത്തിയിരുന്ന കമ്പനിയുടെ പേരാണ് AJL എന്ന് പറയുന്നത്, അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ്. അപ്പോൾ പക്ഷേ ദീർഘകാലത്തേക്ക് അത് വലിയ തോതിൽ നടന്നുപോയിരുന്നു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യം കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് പോലും വേണ്ടാന്ന് എന്ന് മഹാത്മാഗാന്ധിക്ക് പോലും തോന്നിയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ പാർട്ടി പത്രങ്ങൾക്ക് വലിയ സ്കോപ്പില്ലാതായി. അതിപ്പോൾ ദേശീയ തലത്തിൽ മാത്രം വന്നതല്ല, പ്രാദേശികമായിട്ട് എടുത്തു നോക്കൂ. പ്രാദേശികമായിട്ട് പാർട്ടി പത്രങ്ങൾ പൂട്ടിപ്പോകുന്ന അവസ്ഥ വളരെ വളരെ വ്യാപകമായിട്ടുണ്ടായി. കേരളത്തിലൊക്കെ അത് വളരെ പ്രകടമായിട്ട് നമ്മൾ കണ്ടു. 2, പ്രിന്റ് മീഡിയ പൊതുവെ ക്ഷീണിച്ചു. അപ്പോൾ ചുരുക്കത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ കോൺഗ്രസ് കുടുങ്ങിപ്പോയി. പക്ഷെ അപ്പോഴും ഇവരുടെ കയ്യിൽ കുറേ ആസ്തിയുണ്ട്. ഈ AJL എന്ന് പറയുന്ന കമ്പനിക്ക് കുറേ ആസ്തിയുണ്ട്. എന്നുവെച്ചാൽ കുറേ സ്വത്ത്, പ്രസ്, കെട്ടിടങ്ങൾ, ഓഫീസ് ഒക്കെ സംവിധാനം. അതാണ് ഈ 2000 കോടി എന്നൊക്കെ പറയുന്നത്. ആസ്തിയുണ്ട്. അത് ആരും വിറ്റഴിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അതിനകത്ത് ഇതിനെ രണ്ടാമത് പുനരുജ്ജീവിപ്പിച്ചിട്ട് ഈ പത്രം ഇറക്കാൻ എന്താണ് വഴിയെന്ന് ആലോചിച്ചപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് കണ്ടെത്തിയ ഒരു 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 ക്രമീകരണമാണ്, അല്ലെങ്കിൽ ഒരു സാങ്കേതികമായൊരു മാർഗമാണ്. ഇപ്പോൾ ഏതുപോലെ നമ്മുടെ KSRTC എപ്പോഴാണ് ലാഭം ഉണ്ടാക്കാൻ തുടങ്ങിയത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതതിൻ്റെ മിസ്മാനേജ്മെൻറ്റ് മാത്രമല്ല, KSRTC പണ്ടുണ്ടാക്കിയിരുന്ന ലാഭം മുഴുവനും ഇന്നും ഇന്നത്തെ പോലെ അന്നും ലാഭമുണ്ട്. ലാഭം മുഴുവനും KSRTCയുടെ പഴയ ലോണിലേക്കും പഴയ കടത്തിലേക്കും കൊണ്ടുപോയി മറിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പുതിയ കാലത്ത് പുതിയ വണ്ടികളൊക്കെ വാങ്ങുന്നത് പുതിയ കോർപ്പറേഷൻ, സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കുക. മനസ്സിലായോ? അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ എന്താ കാര്യം? പുതിയ കാലത്തെ വരുമാനം പഴയതിൻ്റെ കടത്തിലേക്ക് പോവില്ല. പഴയ കട അങ്ങനെ നിന്നോളൂ. പഴയ കട അങ്ങനെ നിൽക്കും, തീരാതെ അവിടെ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. ഈ AJLന് പകരം ഇവർ ഈ യങ് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് കൊച്ചു കമ്പനി ഉണ്ടാക്കി. AJL ഒരുപാട് പേർക്ക്, ഇന്ത്യയിൽ എമ്പാടുമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് മുതലാളിമാർക്ക് ഒക്കെ വലിയ തോതിൽ ഷെയറുള്ള ഒരു വലിയ കമ്പനിയാണ്. ആയിരക്കണക്കിന് മെമ്പർമാരുള്ള വലിയ കമ്പനി. അതിന് പകരം ഇതിനൊന്ന് നേരെയാക്കി എടുക്കാൻ എന്താണ് വഴി? പത്രം തുടങ്ങുകയും വേണം. അതാലോചിച്ചപ്പോൾ വന്നൊരു ബുദ്ധിയാണ് ഇതിന് കൊച്ചു കമ്പനിയാക്കുക. ഏതാനും പേരുള്ളൊരു കമ്പനി, 3, 4, 5 പേരുള്ളൊരു കമ്പനിയാണത്. ആ കമ്പനിയാണ് ഈ യങ് ഇന്ത്യൻ എന്ന് പറയുന്നത്. ആ കമ്പനി രൂപീകരിച്ചു. അപ്പോൾ അന്ന് സോണിയാഗാന്ധിയാണ് പ്രസിഡന്റ് കോൺഗ്രസിൻ്റെ. സോണിയാഗാന്ധി ഉണ്ട്, മോന് യുവ നേതാവാണ് രാഹുൽ ഗാന്ധി ഉണ്ട്. പിന്നെ ഇവരുടെ ഒരു ആൾ ഇന്ത്യ ആഗോള കോൺഗ്രസ്, എന്താണ് പറയുക, ഓവർസീസ് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് സാം പിട്രോഡ ഉണ്ടായിരുന്നു പണ്ട്. ഇവർ 4-5, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയായിരിക്കും ഒരു പക്ഷേ ഇത്. ഇവരൊക്കെ കൂടി ചേർന്നിട്ട് ഒരു കൊച്ചു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ഈ പത്രം രണ്ടാമത് തുടങ്ങാനുള്ള പണി ഇവരെ ഏൽപ്പിച്ചു. മനസ്സിലായോ? അപ്പോൾ അവർക്ക് ആളുകൾക്ക്, അപ്പോൾ അവർ വാങ്ങുന്ന സംഭാവനകൾ പഴയ കണക്കിലേക്ക് കടം വീട്ടാൻ പോവില്ല. ഇവർക്ക് സംഭാവന നേരിട്ട് വാങ്ങുകയും അതിൽ മിച്ചം വരുന്നത്, പത്രം രണ്ടാമത് തുടങ്ങുകയും മിച്ചം വരുന്നത് പാർട്ടിക്ക് അത്യാവശ്യമുള്ള ഘട്ടത്തിൽ അങ്ങോട്ട് സംഭാവന കൊടുക്കാനും ഒക്കെ തുടങ്ങി.
അങ്ങനെ ഈ പത്രം രണ്ടാമത് തുടങ്ങിയിട്ട് റിവൈവ് ചെയ്ത് വന്നപ്പോൾ വന്നൊരു കേസാണിത്. ഈ കേസ് ആരാ കൊടുത്തതെന്ന് അതാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ഉണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഒരു പ്രതികാര ബുദ്ധിയോടെ കേന്ദ്ര ഗവൺമെൻറ് പെരുമാറാത്തത്? ഒന്നാമത്തെ കാരണം ഞാൻ പറയാം. ഒന്നാമത്തെ കാരണമാണ് ഞാൻ പറഞ്ഞത്, ഈ ഗതി എല്ലാവർക്കും വരാം. നമുക്കിപ്പോൾ സോണിയാഗാന്ധിയെക്കുറിച്ച് നമുക്ക് എത്രയോ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കാം. രാഹുൽ ഗാന്ധിയുടെ കഴിവിനെക്കുറിച്ചും കഴിവുകേടിനെക്കുറിച്ചും ഒക്കെ നമുക്ക് തർക്കിക്കാം. കോൺഗ്രസിൻ്റെ ആശയപരമായ പാപ്പരത്വത്തെക്കുറിച്ചൊക്കെ നമുക്ക് തർക്കിക്കാം. പക്ഷേ ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നില്ല. അത് നിനക്കും അത് ഇപ്പോൾ നമ്മൾ വസ്തുതകൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഒരു സ്വത്ത്, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ആസ്തിയുള്ള ഒരു സ്ഥാപനത്തെ ഒരു സമാന്തര ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടി രാജീവ് ഗാന്ധിയുടെ മരണശേഷം ഇത് അവർ സ്വന്തമാക്കാൻ വേണ്ടി എഴുതിയെടുക്കാൻ വേണ്ടി തട്ടിപ്പ് നടത്തിയെന്നൊന്നും ആരും വിശ്വസിക്കില്ല. അത് കേന്ദ്ര ഗവൺമെൻറ്റും വിശ്വസിക്കുന്നില്ല. ഇനി ഇത് നടത്തിയത് ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്, ഒരു വലിയ അത് അങ്ങനെ പാർട്ടി പത്രങ്ങളൊക്കെ നടത്തുന്നവനെ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു ഗതി ആലോചിച്ച് നോക്കൂ. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയല്ലേ BJP. ഇപ്പോൾ BJP 80 ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള പ്രസ്ഥാനത്തിന് 100 കൊല്ലത്തെ പഴക്കമില്ലേ? ഇന്ത്യയിൽ എത്ര ഭാഷകളിൽ വിജയകരമായി പത്രം നടത്താൻ പറ്റുന്നുണ്ട് ആ പത്രത്തിന്, ആ സ്ഥാപനത്തിന്? ഒന്നും വേണ്ട, നീ മലയാളം എടുത്തോ. എന്താ മലയാളത്തിൽ ജന്മഭൂമിയുടെ സ്ഥിതി? ഇത്ര മാരകമായ, ഇത്ര ദയനീയമായ സ്ഥിതിയിൽ നടന്നു പോകുന്ന ഒരു പത്രം, എന്നിട്ട് തുടർച്ചയായി തൊഴിലാളി സമരങ്ങൾ നടക്കുന്ന ഒരു പത്രം. ആ തൊഴിലാളി സമരങ്ങളോട് പലതരത്തിൽ നമ്മൾ തന്നെ ABC തന്നെ നമ്മൾ പലപ്പോഴും വീഡിയോ ടോക്ക് ചെയ്തിട്ടുണ്ട്. ജന്മഭൂമിയിലെ തൊഴിൽ സമരങ്ങൾ പോട്ടെ, BJP പുതിയ ഭരണകക്ഷിയാണെന്ന് വിചാരിച്ചോളൂ. കോൺഗ്രസ് എത്ര കാലത്തെ പഴക്കമുള്ള ഭരണകക്ഷിയാണ്? എന്താ കേരളത്തിലെ വീക്ഷണം എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ സ്ഥിതി? എന്താ ഇവർക്ക് ഉണ്ടാക്കിയാൽ? പോട്ടെ, കേരളം ഉണ്ടായ കാലം തൊട്ടേയുള്ള ഭരണകക്ഷിയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ആണല്ലോ. അതിനൊരു മുഖപത്രമുണ്ട്, ജനയുഗ് എന്നാണ്. എത്ര ദയനീയമാണ് അതിൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ദേശാഭിമാനി പിടിച്ചു നിൽക്കുന്നത് തുടർച്ചയായി ഭരണകക്ഷി എന്ന നിലയിൽ ഈ വാങ്ങിച്ചു കൂട്ടുന്ന അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിന് തന്നെ എന്തെല്ലാം ആരോപണങ്ങൾ, സാന്റിയാഗോ മാർട്ടിൻ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ വന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു പാർട്ടി പത്രം നടത്തിക്കൊണ്ടു പോകാനുള്ള ഗതികേട് നന്നായിട്ട് അറിയാവുന്നവരാണ് ഇന്ത്യയിലെ ഭരണകക്ഷികൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ. അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ കോൺഗ്രസിനെതിരെ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ മുതൽ കട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഇവർക്ക് അധികം കിട്ടുന്ന സംഭാവനകൾ പാർട്ടിക്ക് അങ്ങോട്ട് കൊടുത്തു. അതാണ് ഇതിലൊരു കേസ്. ഇവർക്ക് അധികമായിട്ട് ഇതെങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി സംഭാവന കിട്ടുമ്പോൾ അതിൽ മിച്ചം വരുന്നത് പാർട്ടിക്ക് അങ്ങോട്ട് കൊടുത്തു. പകരം എന്താ ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ പാർട്ടിക്ക് പത്രം നടത്താൻ ഒരു യങ് ഇന്ത്യൻ എന്ന് പറയുന്നൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയാൽ പാർട്ടി അവർക്ക് സംഭാവന കൊടുക്കുകയല്ലാതെ സംഭാവന കൊടുക്കും, പാർട്ടിക്ക് നാട്ടുകാർ കൊടുക്കും. ഇത് നേരെ തിരിച്ചായി. ഇത് കുറച്ചുകൂടി വിശ്വാസ്യതയുണ്ട്. ചെറിയൊരു ട്രസ്റ്റാണ്, നെഹ്റു കുടുംബം നേരിട്ട് നടത്തുന്നു, അതിൽ സാം പിട്രാഡോയെ പോലെ ഒരാൾ നല്ല മാനേജ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ സംഭാവന കിട്ടി. അപ്പോൾ മിച്ചം വന്നത് പാർട്ടിക്ക് അങ്ങോട്ട് കൊടുത്തു. പാർട്ടിക്ക് കൊടുത്ത കാശ് പലപ്പോഴും തിരിച്ചു കിട്ടാതെ, ഇത് ട്രസ്റ്റിൻ്റെ പൈസയാണല്ലോ, കടമായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ കോൺഗ്രസിൻ്റെ ഗതികേട് കൊണ്ട് തിരിച്ചു കൊടുത്തില്ല. ഇതൊക്കെയാണ് കേസ്. ഇനി രണ്ടാമത്തെ കാരണം, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ആ കേസ് ഒരു ചീള് കേസായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതില്ല എന്ന മട്ടിൽ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും വിചാരിച്ച മൂക്കിൻ്റെ ചോട്ടിലെ കേസാണ്, ഇത് മുഴുവൻ അറ്റാച്ച് ചെയ്തൂടെ? അത് ചെയ്യുന്നത് അധാർമികമാണെന്നുള്ളതാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ കാരണം, അത് അത് സംഘടനാപരമാണ്. എന്താ കാരണം എന്നറിയോ? ഈ കേസിൽ ആരാ വാദി? നീ എപ്പോഴെങ്കിലും നാഷണൽ ഹെറാൾഡ് കേസിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഇത് 2014 തൊട്ട് എനിക്കൊണ്ട് 11 കൊല്ലം മറ്റോ ആയിട്ട് നടക്കുന്ന കേസാണ്. ഈ കേസ് കൊടുത്തയാൾ ഇപ്പോൾ എവിടെയുണ്ട്? ആരാ കേസ് കൊടുത്തതെന്ന് അറിയോ? കേസ് കൊടുത്തത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. സുബ്രഹ്മണ്യം സ്വാമി ഇപ്പോൾ BJPയുടെ 7 അയലത്തില്ല. അന്ന് അദ്ദേഹം BJPയുടെ MP ആയിരുന്നു, കേന്ദ്രമന്ത്രി ആയിരുന്നു, ഓർമ്മയുണ്ടല്ലോ. സുബ്രഹ്മണ്യം സ്വാമിയെ ഒതുക്കൽ പൂർത്തിയായി, മനസ്സിലായില്ലേ? അപ്പോൾ എന്നോ ഒതുങ്ങിപ്പോയ, നോവെയർ എവിടെയും ഇല്ലാതെ പോയ അപാര കാലിബറുള്ള മനുഷ്യനായിരുന്നു കേട്ടോ, അപാര ശേഷിയുള്ള നേതാവാണ്. പക്ഷേ BJPക്ക് അകത്ത് അറിയാലോ, BJPക്ക് അകത്ത് നിൽക്കാൻ പഠിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കോൺഗ്രസിലെ പോലെ എന്ന് പറഞ്ഞുകൂടെങ്കിലും അങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമി അരിക്കായ സ്ഥിതിക്ക് പിന്നെ സുബ്രഹ്മണ്യൻ സ്വാമി കൊടുത്തൊരു കേസ് ആര് പരിഗണിക്കാൻ? അവൻ്റെ കേസായതുകൊണ്ട് തന്നെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെ 2 കാരണങ്ങളാണത് നടപടിയെടുക്കാത്തത്. വാർത്ത ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, അത് നോക്കണ്ട. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നാഷണൽ ഹെറാൾഡ് കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല.
ഇനിയിപ്പോൾ സാങ്കേതികമായി എന്തെങ്കിലും വേണ്ടി വന്നാൽ അവർ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലൊക്കെ വിടേണ്ട കേസേ ഉണ്ടാവുള്ളൂ. കാരണം ആ കേസിൻ്റെ മെറിറ്റ് നോക്കുമ്പോൾ ശരിയായിരിക്കും. തട്ടിപ്പാണ്. ഇങ്ങനെ ഉണ്ടാക്കാമോ? രാജ്യത്തിൻ്റെ മുഴുവൻ സ്വത്തായ ഒരു നാഷണൽ ഹെറാൾഡ് കമ്പനി അല്ലെങ്കിൽ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയെ പിന്നെ രണ്ടോ മൂന്നോ നാലോ പേരുടെ ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കിയിട്ട് കടലാസ് കമ്പനി ഉണ്ടാക്കിയിട്ട് യങ് ഇന്ത്യ എന്ന കമ്പനിയിലേക്ക് ആ പ്രോപ്പർട്ടി മാറ്റാൻ പാടില്ല. നിയമത്തിന് മുമ്പിൽ തെറ്റാണ്. പക്ഷേ അതെന്തുകൊണ്ട് ചെയ്യേണ്ടി വന്നു എന്ന് ഈ കേസെടുക്കുന്ന കേന്ദ്രത്തിനൊക്കെ നന്നായിട്ട് അറിയാം. എന്തായിരുന്നു ഒരു പത്രസ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പം തന്നെ ഇതൊന്നും അല്ലാത്ത ഇത്തരത്തിലുള്ള യാതൊരു ബാധ്യതയും ഇല്ലാത്ത പ്രിന്റ് മീഡിയ ഒന്നൊന്നായിട്ട് പൂട്ടിപ്പോവല്ലേ. മലയാളത്തിൽ എത്ര പത്രം പൂട്ടിപ്പോയതിൻ്റെ കണക്കുണ്ട് കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ പൂട്ടിപ്പോയ കണക്ക്. മലബാറിൽ പൂട്ടിപ്പോയ പത്രങ്ങളെയാണ്. തേജസ് എന്ന് പറയുന്ന പത്രം ഇസ്ലാമിക ഭീകരവാദികൾക്ക് വേണമെങ്കിൽ നടത്തിക്കൊണ്ടുപോയില്ലേ, അത് പൂട്ടിപ്പോയി. വർത്തമാനം എന്ന് പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പത്രം പൂട്ടിപ്പോയി. അങ്ങനെ പൂട്ടിപ്പോയ പത്രങ്ങൾ ധാരാളമുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം പത്രങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മാധ്യമം വലിയ പ്രതിസന്ധിയിലാണ്. മാസത്തിൽ ശമ്പളം കൊടുക്കുന്ന മാധ്യമം പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി നമ്മൾ ഈ പറയുന്ന വലിയ ഭീകര പ്രസ്ഥാനം എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് മാസത്തിൽ 2-3 തവണയായിട്ടാണ്. വലിയ പ്രതിസന്ധിയിലാണ് അവർ. ഗൾഫ് എഡിഷൻ ആണ് ഒരു വലിയ ലാഭം ഉണ്ടാക്കിയിരുന്നത്, അത് പൂട്ടിപ്പോയി. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിതി. പല പത്രങ്ങൾക്കും ആ പ്രശ്നം. ചന്ദ്രിക വലിയ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഇപ്പം ഇതൊക്കെയാണ് പാർട്ടി പത്രങ്ങളുടെ സ്ഥിതി. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് ഇത് കേസുകൾ ഇങ്ങനെ വരും, വാർത്ത വരും, നമ്മളത് അത്ര അതിൻ്റെ അർഹിക്കുന്ന വില കൊടുത്താൽ. ഇതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു പുതിയ FIR കൂടി വന്നു എന്ന രീതിയിലെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു പിന്നിലെ രാഷ്ട്രീയവും ചരിത്രവും കൂടി മനസ്സിലാക്കുമ്പോഴേ ജനങ്ങൾക്ക് അതിൻ്റെ ഒരു വാർത്തയ്ക്കപ്പുറമുള്ള വാർത്ത മനസ്സിലാവുള്ളൂ. അത് ആളുകൾ തിരിച്ചറിഞ്ഞാൽ മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.